നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നൊരു വാക്ക്. സർഗാത്മകത എന്ന് മലയാളത്തിൽ അതിൻ്റെ അർത്ഥവും. അത് സാധാരണ നമ്മൾ കേൾക്കാറ്, കണ്ടോ അതിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി കണ്ടോ, ആ കുട്ടിയുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി കണ്ടോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അവൻ്റെ ആ ഒരു പ്രകൃതി തന്നെ നൽകിയിട്ടുള്ള ആ ഒരു കഴിവിനെ, അതിനെ സർഗാത്മകത എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു മലയാളം വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. പക്ഷേ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ആ സിമ്പിൾ ഇംഗ്ലീഷ് വേർഡ് നമ്മൾ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ മലയാളം ഇതാണ് എന്നേ അർത്ഥമുള്ളൂ. നോക്കൂ, ഞാൻ ഏകദേശം ഒരു 1.5 വർഷം മുൻപ് ഈ ക്രിയേറ്റിവിറ്റി മാനേജ്മെൻറ്റിൽ PhD നേടിയിട്ടുള്ള, ഡോക്ടറേറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അത്തരത്തിൽ PhD നേടിയിട്ടുള്ള ഒരു മഹാവ്യക്തിത്വത്തെക്കുറിച്ച് ഞാൻ കേട്ടു. അദ്ദേഹത്തെ ഞാൻ നേരിൽ പോയി കാണാൻ വേണ്ടി പോവുകയും ചെയ്തു. കാരണം എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടത്. അങ്ങനെ പോയ സമയത്താണ് അദ്ദേഹം ക്രിയേറ്റിവിറ്റി മാനേജ്മെൻറ്റിൽ PhD മാത്രമല്ല, ഒരുപാട് പാരമ്പര്യമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന, വൈദ്യമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, പാരമ്പര്യ വൈദ്യം എന്നൊക്കെ കേൾക്കാറുണ്ട്. അതിൽ ഏറ്റവും അതിൻ്റെ ഉയർന്ന തലത്തിലുള്ള രസായനങ്ങളിലുള്ള ഒരു സ്പെഷ്യലിസ്റ്റ്, രസായനം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന മേഖല, അതിനേക്കാൾ ഉപരി വേറെ ഒരുപാട് പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുകയും ഉണ്ടായിരുന്നു 1.5 വർഷം മുൻപ്. അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിത് എടുത്തു പറയാൻ കാരണം എന്തെന്നറിയാമോ? നമ്മൾ ഇന്ന് AI യുഗത്തിൽ എത്തി നിൽക്കുകയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും AI ചിത്രങ്ങൾ, അതല്ലെങ്കിൽ ലോകത്താകമാനമുള്ള എന്ത് കാര്യത്തെക്കുറിച്ചും AI-യിലൂടെ നമുക്ക് ചോദ്യം ചോദിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ സംവിധാനത്തിലൂടെ എന്ത് കാര്യത്തിന് നമ്മൾക്ക് ലളിതമായിട്ടുള്ള മറുപടികളും ഉപദേശങ്ങളും, അത് ജെമിനി ആയിക്കോട്ടെ, AI മറ്റു ടൂളുകളായിക്കോട്ടെ, ഏതിൽ നിന്നും നമ്മൾക്ക് കിട്ടും. എന്ത് ചോദ്യവും നമുക്ക് ചോദിക്കാം, അതിന് ഉത്തരവും കിട്ടും. എങ്ങനെയാണ് ഈ AI വർക്ക് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് സത്യത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ബുദ്ധി, ആ ബുദ്ധിയിലൂടെയുള്ള മറുപടിയാണ് നമ്മൾക്ക് കിട്ടുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ചിന്തകളിൽ നിന്നുള്ള മറുപടി അല്ല നമ്മൾക്ക് കിട്ടുന്നത്. അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. അവരിലൂടെയുള്ള മറുപടിയാണ് ഈ AI ടൂൾ എന്ന് പറയുന്ന ആ ഏകോപനത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്നത്. ഏത് രീതിയിലും നമ്മൾക്ക് അതിന് ഉത്തരം കിട്ടുന്നത്. എന്നാൽ തിരിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് നമ്മൾ AI-നോട് എന്ത് ചോദ്യം ചോദിച്ചാലും നമ്മൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. പക്ഷേ AI നമ്മളോട് ചോദ്യം ചോദിക്കുക, അതും 100 ചോദ്യങ്ങൾ AI-യോട് ചോദിക്കാൻ ഞാൻ പറയുകയാണ്. മിസ്റ്റർ AI, എന്നോട് ചോദിക്കൂ, 100 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കൂ എന്ന് പറയാൻ, അതിന് ഉത്തരം കൊടുക്കാനുള്ള ധൈര്യം ആർക്കുണ്ട് എന്ന വലിയ ചോദ്യം. ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ആർക്കുണ്ട് എന്ന് ചോദിക്കുന്നിടത്താണ് ഡോക്ടർ പ്രസാദ് സുന്ദരരാജൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ ജി വലിയ ഒരു മഹത് വ്യക്തിത്വമാണ് എന്ന് തന്നെ നമുക്ക് തറപ്പിച്ച് പറയാനാവുക. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ ആരും അത്ഭുതപ്പെടേണ്ട, മലയാളി തന്നെയാണ്. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന വ്യക്തിത്വം തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് സ്ഥിരതാമസമാക്കിയിട്ടുള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ അദ്ദേഹം ഒരു ഏകദേശം 1.5 ഏക്കർ വരുന്ന ഒരു മലമ്പ്രദേശം എടുക്കുകയും ആ മലമ്പ്രദേശത്തെ ഇന്ന് വനംപ്രദേശമാക്കി മാറ്റുന്ന, ഹരിതാഭകരമായിട്ടുള്ള ആ രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള, പ്രകൃതിയെ അത്ര കണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുക എന്നൊക്കെ അദ്ദേഹം ഇന്ന് താമസിക്കുന്ന അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇടയ്ക്കിടെ പോകാറുണ്ട്, എൻ്റെ കുടുംബത്തെ അടക്കം കൂട്ടിയിട്ട് പോകാറുണ്ട്. അദ്ദേഹത്തെ കണ്ടിരിക്കുക, അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഭവമാണ്. എന്തായാലും അദ്ദേഹമാണ് ഈ 100 ചോദ്യങ്ങൾ തൻ്റെ ഇടത്തോടെ നട്ടല്ലോടെ AI-യോട് ചോദിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞത്. എന്നിട്ട് കൃത്യമായിട്ടും അതിന് മറുപടി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു അത്ഭുതം വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ വിവരം എൻ്റെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അത്ഭുതം, ഇത് വലിയൊരു മികച്ച കാര്യം തന്നെയാണ്. ആ കാര്യം മാന്യ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ പ്രസാദ് സുന്ദരരാജ്, അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള നമ്പറുകളൊക്കെ നമ്മുടെ വീഡിയോയുടെ ആദ്യ കമന്റിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ചെയ്ത ഇന്റർവ്യൂ, ഞാനാണ് അദ്ദേഹത്തെ ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്നത്. 2 ഇന്റർവ്യൂ ചെയ്തു. ഒന്ന് ഏകദേശം 1.5 വർഷമായി, മറ്റൊന്ന് ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വീഡിയോകളുടെ ലിങ്ക് കൂടി ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ തന്നെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ട് വെക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയി കാണാൻ പറ്റും. നോക്കൂ, ഇത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് നമ്മൾക്കൊരു സാമീപ്യം, അതല്ലെങ്കിൽ ഒരു ടച്ച് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന വലിയ അറിവ്, വലിയ അനുഗ്രഹമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരാണ് AI-യോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ AI-യോട് അങ്ങോട്ട് പറയാണ്, മിസ്റ്റർ AI, എൻ്റെ അടുത്ത് 100 ചോദ്യങ്ങൾ ചോദിക്കുക, ഏത് ചോദ്യവും ചോദിക്കുക,
അതിനുള്ള മറുപടി ഞാൻ തരാമെന്നുള്ളത്. നോക്കൂ, ഇവർ തമ്മിലുള്ള ആ ചോദ്യോത്തര വേളയുണ്ടല്ലോ, അതിൽ 10ാമത്തെ ചോദ്യം AI ചോദിച്ചത് എന്തെന്നറിയാമോ? ഈ ക്രിയേറ്റിവിറ്റിയെ കുറിച്ചാണ്. ഈ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് ആരോടാ ചോദിക്കുന്നത്? ക്രിയേറ്റിവിറ്റി മാനേജ്മെന്റ്, അതിനെക്കുറിച്ച് ട്രെയിനിങ്, വിദേശികൾക്ക് പോലും ട്രെയിനിങ് വർഷങ്ങളോളമായി എടുത്തു കൊടുക്കുന്ന ഒരു വ്യക്തിയോടാണ് ചോദിക്കുന്നത്. അത്രയ്ക്കും വലിയ മഹത് വ്യക്തിത്വങ്ങളൊക്കെ നമ്മൾക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ മുൻപിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത്തരം മഹത് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ആ ഒരു ദൗത്യം കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അദ്ദേഹത്തെ ആർക്കും ബന്ധപ്പെടാം, കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എന്തായാലും അദ്ദേഹം സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരം തരും. മാത്രമല്ല, അദ്ദേഹത്തിന്റെ 2 ഇന്റർവ്യൂ ചെയ്ത വീഡിയോകൾ ഞാൻ ഇതിന്റെ കൂടെ പിൻ ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞു, കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. അതിൽ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തൊരു വീഡിയോ ഉണ്ട്. അത് കാണേണ്ടത് തന്നെയാണ്. കാരണം ഓരോ മനുഷ്യനും അത്യന്തികം ചിന്തിച്ചു പോകുന്ന ഒരുപാട് മരുന്നുകൾ, ആ മരുന്നുകളെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു മഹാവ്യക്തിത്വത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ള ആ വലിയൊരു കർമ്മമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾക്കറിയാം, ഇപ്പം ഒരുപാട് സിദ്ധന്മാരും ഒരുപാട് കഴിവുള്ള സന്യാസി വര്യന്മാരും ഒക്കെ നമ്മൾക്ക് ചുറ്റുമുണ്ടായിരിക്കാം. പക്ഷേ അവരെ തിരിച്ചറിയുക, അതല്ലെങ്കിൽ അവരെ നമ്മുടെ കൺവെട്ടത്ത് കണ്ടെത്തുക, നമ്മൾ അവരിലേക്ക് എത്തുക എന്നുള്ളത് വലിയ പുണ്യം ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അത്തരത്തിൽ പുണ്യം ചെയ്ത ഒരു വ്യക്തി നിങ്ങളാവുക എന്നുള്ള ആ വലിയൊരു കർമ്മം കൂടി ഏറ്റെടുക്കുക. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മളെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ട് ഡോക്ടർ പ്രസാദ് സുന്ദരരാജൻ അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയൊരു കർമ്മമുണ്ടല്ലോ, ഇതൊന്നും വലിയ വലിയ ചാനലുകാരൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇത്തരക്കാർക്ക് മാധ്യമ പ്രചരണത്തിലൊന്നും താല്പര്യമുണ്ടായിരിക്കില്ല. ഇത് അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ടും കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയ ആ ഒരു ചർച്ച, സംസാരത്തിൻ്റെ ഇടയിൽ കടന്നു വന്ന ഒരു ഭാഗമായതുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുന്നത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. ഞാനിവിടെ വന്നപ്പോൾ അങ്ങ് 2-3 ബോട്ടിലുകളൊക്കെ എന്നെ കാണിച്ചു, ഗംഭീരമായിട്ടുള്ള സംഭവങ്ങൾ, ഇതെന്തായെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഇതില് ഓരോന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നാവും. ഇതെന്താണ് ശരി? ഇത് ഫേസ് ഓൺ, ഓൺ മീൻസ് സ്വിച്ച് ഓൺ എന്നുള്ള അർത്ഥത്തിലാണ് ഫേസ് ഓൺ. ലൈക്ക് ഞാൻ ഓരോ പ്രോഡക്റ്റിലും ഹെൽപ്പ് ചെയ്യുന്നത്, ഞാൻ അച്ഛനെ സ്വാമി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഓൺ പാഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ബിക്കോസ് എനിക്ക് അങ്ങനെ കുറെ ഇൻട്രസ്റ്റ്, വേറെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഉപരിയായിട്ടുണ്ടായിരുന്നത് ഈ ഇൻട്രസ്റ്റ്. സോ ഈ ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും ആദ്യം ഫസ്റ്റ് ടൈം എനിക്ക് യൂസ് ചെയ്ത് നോക്കണം എന്നായിരുന്നു. അങ്ങനെ ഈ ഓരോ നമ്മളുണ്ടാക്കുന്ന എല്ലാം നമ്മളെ 3 പേരും യൂസ് ചെയ്ത് നോക്കി.